കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളായ മുജാഹിദുകൾ, പ്രത്യേകിച്ച് വിസ്ഡം മുജാഹിദുകൾ, അവരുടെ ജിഹാദിൻ്റെ പുതിയ ഒരു രൂപം കൂടി തുറന്നിരിക്കുകയാണ്. അവർ വിസ്ഡം ഡയലോഗ് എന്ന പേരിൽ ഡയലോഗുകൾ നടത്തി നമ്മളൊക്കെ പറയുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നു എന്ന വ്യാജേന പല മണ്ടത്തരങ്ങളും വിളിച്ചു പറഞ്ഞപ്പോൾ ആ മറുപടികൾക്കുള്ള മറുപടികൾ എന്ന നിലയിൽ നമ്മളൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയുണ്ടായി. ഉദാഹരണത്തിന് അവർ കോഴിക്കോട് നടത്തിയ ഒരു ഡയലോഗ് പരിപാടിയിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള 2-3 വിഷയങ്ങൾ വളരെ യുക്തിസഹമാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി നടത്തിയ വാദങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ 8-10 വീഡിയോകൾ ചെയ്ത് എൻ്റെ ചാനലിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിന് മറുപടി ഒന്നും കാണാതിരുന്നപ്പോൾ അത് റിമൈൻഡ് ചെയ്തുകൊണ്ട് പല പ്രാവശ്യം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടപെടുകയും ചെയ്തു. അങ്ങനെ സ്വൈരം കെടുത്തിയപ്പോൾ അവർ മറുപടി പറയുന്നതിന് പകരം ബിലാലിൻ്റെ ഏർപ്പാടാണ് എനിക്കെതിരായിട്ട് നടത്തിയത്. ഇപ്പോൾ അതുപോലെ അവർ പറഞ്ഞ മറുപടികൾ അവരെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ വിശദമായ മറുപടികൾ നൽകിക്കൊണ്ടിരുന്ന ലിയാഖത്ത് അലിയുടെ ചാനൽ ഈ അക്രമി ജിഹാദികൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ച് പൂട്ടിയിരിക്കുകയാണ്. ലിയാഖത്ത് അലിയുടെ ചാനൽ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ടാവും. 1.5 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സുള്ള 2000-ഓളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വളരെ സജീവവും ശ്രദ്ധേയവുമായി നിൽക്കുന്ന ഒരു യൂട്യൂബ് ചാനലായിരുന്നു. അതിൽ കാര്യമായി ഈ വിസ്ഡം മുജാഹിദുകളെ പരിഗണിക്കുകയും അവരുടെ ഓരോ വിദണ്ഡവാദങ്ങൾക്കും അക്കമിട്ട് മറുപടികൾ നൽകുകയും അവർ തന്നെ നമുക്കെതിരായിട്ട് ഡയലോഗ് എന്ന പേരിൽ അവതരിപ്പിച്ചിട്ടുള്ള പരിപാടികൾ കേൾപ്പിച്ചുകൊണ്ട് അതിനുള്ള മറുപടികൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം വീഡിയോകളാണ് ലിയാഖത്ത് അലി ആ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. അതിന് മറുപടി പറയുന്നതിന് പകരം, അതിനോട് ആശയപരമായി പ്രതികരിക്കുന്നതിന് പകരം ആ ചാനലിനെതിരെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ച് യൂട്യൂബ് ചാനൽ ഇല്ലാതാക്കാനാണ് ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നത്. ഞാൻ 10 വീഡിയോകളിലൂടെ മറുപടി പറയുകയും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു മറുപടി പറയൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്നെ പരിഹസിക്കാൻ കുറേ തമ്മാടി ചെക്കന്മാരെ ഇറക്കി വിടുകയാണ് ഈ വിസ്ഡം മുജാഹിദുകാർ ചെയ്തത്. അങ്ങനെ വളരെ വൃത്തികെട്ട രീതിയിൽ വ്യക്തിപരമായ അധിക്ഷേപം നടത്തുന്ന പരിഹാസങ്ങൾ ചൊരിഞ്ഞുകൊണ്ടാണ് അവർ എൻ്റെ ഈ ആവശ്യത്തെ നേരിട്ടത്. എന്ന് വെച്ചാൽ ആശയപരമായി നമ്മൾ വളരെ മാന്യമായും സഭ്യമായും തികച്ചും അടിസ്ഥാനപരമായ താത്വികമായ ആശയങ്ങൾ എടുത്തുകൊണ്ട് അതിന് മറുപടി പറഞ്ഞതാണ് നമ്മുടെ വീഡിയോയിൽ. അതല്ലാതെ അവരെ വ്യക്തിപരമായി പരിഹസിക്കുന്ന വീഡിയോകളല്ല നമ്മൾ ചെയ്തത്. അതിനുള്ള മറുപടി പറയുന്നതിന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ തെമ്മാടി ചെക്കന്മാരെ ഇറക്കി വിട്ടുകൊണ്ട് വ്യക്തിഹത്യയും പരിഹാസവുമായിട്ട് അതിനെ ഇവർ നേരിടാൻ തുടങ്ങിയത്. അതേ തെമ്മാടി ചെക്കന്മാർ തന്നെയാണ് ഇപ്പോൾ സ്ട്രൈക്ക് കൊടുത്തുകൊണ്ട് ലിയാഖത്ത് അലിയുടെ ചാനലിനെ ആക്രമിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ MM അക്ബറും ഉണ്ട്. ഡയലോഗ് നടത്തുന്നവർ സംവാദത്തിന് വേണ്ടിയാണ് ഈ ആശയങ്ങൾ പറയുന്നതെങ്കിൽ ആ ആശയങ്ങൾ അവർ പറഞ്ഞത് കേൾപ്പിച്ചുകൊണ്ട് തന്നെ അതിന് മറുവാദങ്ങൾ ഉന്നയിക്കുക എന്നതാണ് ജനാധിപത്യത്തിൽ ആരോഗ്യകരമായ ഒരു സംവാദ രീതി. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവാദം അങ്ങനെയാണ് നടക്കേണ്ടത്. നേരിട്ടുള്ള സംവാദത്തിന് ഇവർ തയ്യാറല്ല. എന്നാൽ ഓൺലൈനിലൂടെ നടക്കുന്ന ഈ രീതിയിലുള്ള സംവാദം തുടരുമ്പോൾ അതിന് മാന്യമായ രീതിയിൽ മറുപടി നൽകുന്നതിന് പകരം അവരുടെ കണ്ടൻ്റ് എടുത്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനൽ പൂട്ടാനുള്ള പണിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എത്രത്തോളമുണ്ട് ഇവരുടെ ആത്മവിശ്വാസം, ഇവരുയർത്തിപ്പിടിക്കുന്ന ഒരു ആദർശത്തോടും ആശയത്തോടും എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഇവർക്ക് എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. മാത്രമല്ല, ഈ വൃത്തികെട്ട രീതികളിൽ കൂടെ എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ആളുകൾ ഈ മതത്തെ ഈ കാലത്തും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്? അതിൻ്റെ കാരണം അന്വേഷിച്ച് നമ്മൾ എവിടെയും പോകണ്ട. ഇസ്ലാം എന്ന് പറയുന്ന സാധനം അങ്ങനെ ഉണ്ടായ ഒന്നാണ്, അങ്ങനെ വളർത്തിയ ഒന്നാണ്. ഇതേ രീതിയിലുള്ള അങ്ങേയറ്റം വൃത്തികെട്ട തെമ്മാടിത്തങ്ങൾ അവലംബിച്ചുകൊണ്ട് വികസിപ്പിക്കുകയും നിലനിർത്തുകയും ഇന്നും ഈ തെമ്മാടിത്തങ്ങളിലൂടെ മാത്രം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു കൾട്ട് മാത്രമാണ് ഇസ്ലാം എന്ന് പറയുന്ന സാധനം. ഇവിടെ മുഹമ്മദ് മക്കയിൽ നടപ്പിലാക്കിയ ഏർപ്പാടാണ് ഇത്. മുഹമ്മദ് ഇതിനേക്കാൾ ചീഞ്ഞ ഏർപ്പാട് നടത്തിക്കൊണ്ടാണ് മക്കയിൽ മുഹമ്മദിൻ്റെ ആശയപരമായ എതിരാളികളെ നേരിട്ടത്. മുഹമ്മദ് മക്കയിൽ തൻ്റെ തൗഹീദിൻ്റെ വാദങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ മുഹമ്മദ് ശിർക്ക് ആരോപിച്ച മക്കക്കാർ ആ വാദങ്ങളെ ആശയപരമായി ജനാധിപത്യപരമായി നേരിട്ടു എന്നതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. മുഹമ്മദ് ഉന്നയിച്ച വാദങ്ങളുടെ പൊള്ളത്തരം യുക്തിസഹമായി തുറന്നു കാണിക്കുകയാണ് അവർ ചെയ്തത്. മാത്രമല്ല, ശിർക്കിനേക്കാൾ മുന്തിയതാണ് തൗഹീദെങ്കിൽ
ലാത്തയും ഉസ്സയും മനാത്തയും പോലുള്ള ദൈവങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും കഴിവ്, പ്രത്യേകമായ കഴിവ് അള്ളാഹു എന്ന ഈ ഏകദൈവത്തിനുണ്ട് എങ്കിൽ അത് തെളിയിക്കാനുള്ള പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് വരെ മുഹമ്മദിൻ്റെ മുമ്പിൽ അവർ പറഞ്ഞു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവങ്ങൾ ലാത്തയും മനാത്തയും ഉസ്സയും ഒക്കെ പ്രാർത്ഥന കേട്ട് നമുക്ക് തരുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥന കേട്ട് അള്ളാഹു എന്ന ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുമെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ഒരു കൊല്ലം ആരാധിക്കാം, പകരം ഒരു കൊല്ലം പിന്നീട് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും അള്ളാഹുവിനെയും കൂടെ ചേർത്തും ആരാധിച്ചു നോക്കാം. അതിലേത് വർഷമാണ് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ അനുകൂലമായ ഫലം ലഭിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ അല്ലാതെ ഇപ്പോൾ ഈ ദൈവങ്ങളെ ഒന്നും പരിശോധിക്കാനോ പരീക്ഷിക്കാനോ പറ്റില്ലല്ലോ. നേരിട്ടുള്ള ഇടപാടൊന്നും ഇപ്പോൾ ഈ ദൈവങ്ങൾക്കില്ല. ഏജൻറ്റുമാർ വന്ന് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു എന്നതിനപ്പുറം ഒരു ദൈവത്തിനും ഒരു തെളിവുമില്ല. അപ്പോൾ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെക്കാൾ മുഹമ്മദ് പറയുന്ന ദൈവത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് പരീക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നതുപോലുള്ള അങ്ങേയറ്റം യുക്തിസഹമായ ന്യായങ്ങളാണ് മുഹമ്മദിൻ്റെ മുമ്പിൽ മക്കക്കാർ അവതരിപ്പിച്ചത്. എങ്ങനെയാണ് മുഹമ്മദ് അതിനെ നേരിട്ടത്? മുഹമ്മദ് നേരിട്ടത് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വൃത്തികെട്ട രൂപത്തിലാണ്. മുഹമ്മദ് ബിലാലിനെ പോലെയുള്ള അടിമകളെ കൂലിക്കെടുത്തുകൊണ്ട് അവരെ ഈ ആരാധനാലയത്തിലേക്ക്, മക്കയിലുണ്ടായിരുന്ന കഅബ എന്ന് പറയുന്ന അവരുടെ ആരാധനാലയത്തിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ ആരാധനയ്ക്ക് വെച്ചിരുന്ന അവരുടെ പ്രധാനപ്പെട്ട ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുടെ മേൽ മലവിസർജനം നടത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് മുഹമ്മദ് മക്കയിൽ ശിർക്കിനെ തോൽപ്പിക്കുന്നത്, തൗഹീദിനെ വിജയിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അതുപോലെയുള്ള അങ്ങേയറ്റം വൃത്തികെട്ട പല മാർഗങ്ങളും മുഹമ്മദ് അവിടെ അവലംബിച്ചിട്ടുണ്ട്. അവരുടെ വിശ്വാസങ്ങളെ അങ്ങേയറ്റം നെറികെട്ട രീതിയിൽ പുലഭ്യം പറയുകയായിരുന്നു മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ മക്കയിൽ. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഖുർആൻ്റെ ക്ലാസ്സുകളിലും മറ്റും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ മലവിസർജനം നടത്തിക്കൊണ്ടും ഈ വിഗ്രഹങ്ങളെ അപമാനിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടുമാണ് ആളില്ലാത്ത കാലത്ത് മക്കയിൽ പോലും മുഹമ്മദ് തൻ്റെ തൗഹീദും മതവും പ്രചരിപ്പിച്ചത്. അങ്ങനെ 13 കൊല്ലക്കാലം ഇത്തരം വൃത്തികേടുകൾ ചെയ്തതോടുകൂടി അവിടെ ആരെയും കിട്ടാതെ വരികയും മുഹമ്മദ് സ്വയം പരിഹാസ്യനാവുകയും ചെയ്തപ്പോൾ മുഹമ്മദ് അവിടെ നിന്ന് മദീനയിലേക്ക് പോയിട്ട് അവിടെ മുഹമ്മദ് അതിനേക്കാൾ വൃത്തികെട്ട മറ്റു മാർഗങ്ങൾ അവലംബിച്ചു. മദീനയിൽ മുഹമ്മദ് അവലംബിച്ചത് അക്രമത്തിൻ്റെ മാർഗമാണ്. മക്കയിലും മദീനയിലും മുഹമ്മദ് ചതിയാണ് പ്രയോഗിച്ചത്. ചതി പ്രയോഗിച്ചുകൊണ്ടും അക്രമം പ്രവർത്തിച്ചുകൊണ്ടും നഗ്നമായ കൊള്ള നടത്തിക്കൊണ്ടും മനുഷ്യരെ പിടിച്ചുകൊണ്ട് ഈ അടിമകളാക്കിക്കൊണ്ടും ആണ് മുഹമ്മദ് മക്കയിലും മദീനയിലുമായിട്ട് ഈ മതം പ്രബോധനം ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ബലം പ്രയോഗിച്ച് അധികാരം പിടിച്ചെടുത്തുകൊണ്ട്, ചതി പ്രയോഗിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുത്തുകൊണ്ട് ഒരു നാട് കീഴടക്കി അവിടെ ഭരണാധികാരിയായി മാറിക്കൊണ്ടാണ് മുഹമ്മദ് ഈ മതം അവിടെ ഒരു തലമുറയുടെ മേൽ അടിച്ചേൽപ്പിച്ചത്. പിന്നീട് അതേ മാർഗം അതിനേക്കാൾ ഭീകരമായ രീതിയിൽ തുടർന്നുകൊണ്ടാണ് മുഹമ്മദിനെ തുടർന്ന് ഇതിന് നേതൃത്വം നൽകിയ ഖലീഫമാരും മറ്റും വലിയ തോതിലുള്ള അധിനിവേശങ്ങൾ നടത്തി ലോകം മുഴുവൻ കീഴടക്കി ഈ വൃത്തികെട്ട കൾട്ട് ലോകത്താകെ പരത്തിയത്. ആ മാർഗമല്ലാതെ ന്യായമായ യുക്തിസഹമായ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ ഈ ആശയം ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഏർപ്പാട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് സാധ്യമാകുന്ന തരത്തിലുള്ള യാതൊരു ആശയപരമായ കോപ്പും ഈ ഇസ്ലാമിലില്ല. അതുകൊണ്ടാണ് ഇസ്ലാം എന്നും ഈ ചതിയുടെയും വൃത്തികേടിൻ്റെയും അക്രമത്തിൻ്റെയും ഇതുപോലുള്ള നെറികേടിൻ്റെയും മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, യുക്തിവാദികൾ നടത്തുന്ന മതവിമർശനത്തിന് മറുപടി പറയാനെന്ന വണ്ണം ഇവർ പരിപാടികൾ നടത്തിയിട്ട് ആ പരിപാടികളിൽ നമുക്കെതിരായി പറഞ്ഞ വാദങ്ങൾക്കാണ് നമ്മളൊക്കെ മറുപടികൾ പറഞ്ഞത്. ആ മറുപടികൾക്ക് മറുപടി പറയുന്നതിന് പകരം, അല്ലെങ്കിൽ അതിനോട് ആശയപരമായി പ്രതികരിക്കുന്നതിന് പകരമാണ് ഇവർ ഈ തെമ്മാടിത്തം ചെയ്യുന്നത്. മുതിർന്ന നേതാക്കന്മാർ സ്വയം ചെയ്യുന്നതിന് പകരം തെമ്മാടികളായ ചെക്കന്മാർ അതിന് വേണ്ടിയിട്ട് പരിശീലനം കൊടുത്ത് ഏർപ്പാടാക്കിയിരിക്കുക. എന്നിട്ട് ഈ തെമ്മാടി ചെക്കന്മാരാണ് പരിഹാസത്തിലൂടെയും വ്യക്തിഹത്യയിലൂടെയും മതവിമർശകർക്കെതിരായിട്ട് ഈ വൃത്തികേടുകൾ കാണിക്കുന്നത്. അപ്പോൾ ബിലാലുമാരെ സൃഷ്ടിച്ചുകൊണ്ട് ബിലാലുമാർ അവിടെ ചെയ്ത അതേ മലാഭിഷേകം പോലുള്ള വൃത്തികേടുകൾ ഇവിടെ വിമർശിക്കുന്നവർക്കെതിരായി പ്രയോഗിച്ചുകൊണ്ട് ഈ കാലത്ത് ഈ മതത്തെ സംരക്ഷിക്കാമെന്നാണ് ഇവർ കരുതുന്നത്. കാരണം ഈ മതത്തിന് അത് മാത്രമേ സാധ്യമാകൂ എന്നതാണ്. ലിയാഖത്ത് അലിയുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ മാന്യവും സഭ്യവുമായ ഭാഷയിൽ വ്യക്തിഹത്യ നടത്താതെ മതവിമർശനം നടത്തുകയാണ് ലിയാഖത്ത് അലി ചെയ്തു പോന്നിട്ടുള്ളത്. ആ ചാനലിനെയാണ് ഇതുപോലുള്ള നിസ്സാരമായ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കാൻ ഇവർ ശ്രമിക്കുന്നത്.
എന്നാൽ കണ്ടന്റ് എടുക്കുന്നു എന്ന കുറ്റം പറയുന്ന ഇവരിവിടെ ഇരുന്നുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഈ തെമ്മാടി ചെക്കന്മാർ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് എന്താണ്? മറ്റുള്ളവരുടെ കണ്ടന്റുകൾ എടുത്ത് വെട്ടിമുറിച്ച് വികലമാക്കി കണ്ടമാനം നെറികെട്ട രീതിയിൽ വൃത്തികേടുകളും നുണകളും കൂട്ടിച്ചേർത്തുകൊണ്ട് വ്യാജ പ്രചരണം നടത്തുക എന്ന പണി മാത്രമാണ് ഈ ചെക്കന്മാർ അവിടെ ഇരുന്ന് ചെയ്യുന്നത്. എന്നിട്ട് അവരാണ് അവരുടെ കണ്ടന്റ് എടുത്തു എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഈ പണി ഒപ്പിച്ചിട്ടുള്ളത്. ഇവർക്ക് മറുപടി പറയാൻ മറ്റു വഴികളില്ല. ഇവർ മറുപടി പറയുന്നത് ആശയപരമായിട്ടല്ല. ഇവർ മതവിമർശനം നടത്തുന്ന നമ്മളെയൊക്കെ വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിൽ നുണ പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ താറടിക്കാനുള്ള വഴി കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ട് വ്യാജ നിർമ്മിതികൾ നടത്തി വ്യാജരേഖകൾ സൃഷ്ടിച്ച് ഉഡായിപ്പുകൾ കാണിക്കുകയുമാണ് ഇവർ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്. നമ്മളൊക്കെ വീഡിയോ കട്ട് മുറിച്ചു കൊണ്ടുപോയി അത് വികലമാക്കി വ്യാജ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിലൊക്കെ പല ചർച്ചകളിലും പങ്കെടുത്തുകൊണ്ട് കമൻറ്റുകൾ എഴുതുകയും കമൻറ്റുകൾക്ക് താഴെ റിപ്ലൈ കമൻറ്റിൻ്റെ കോളത്തിൽ നിന്നൊക്കെ സന്ദർഭത്തിൽ നിന്ന് ചില കമൻറ്റുകളുടെ കഷ്ണമൊക്കെ മുറിച്ചെടുത്തു കൊണ്ടുവന്നിട്ട് അവരവരുടേതായ വ്യാഖ്യാനം നൽകി പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് എനിക്കെതിരായിട്ടൊക്കെ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ കമൻറ്റുകൾ എന്ന പേരിൽ എൻ്റെ പേരും മറ്റും അതേപോലെ വെച്ചുകൊണ്ട് വ്യാജമായി നിർമ്മിച്ച വ്യാജ കമൻറ്റുകൾ വ്യാജരേഖകൾ വരെ നമ്മളെയൊക്കെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇവർ. ആ ആളുകളാണ് ഇപ്പോൾ വലിയ ധാർമ്മികത പറഞ്ഞുകൊണ്ട് കണ്ടൻറ്റും എടുത്തു എന്നുള്ള കേസ് പറഞ്ഞുകൊണ്ട് ഈ പണി ചെയ്തിട്ടുള്ളത്. ഞാൻ കുറേ കാലമായിട്ട് ഈ ചെക്കന്മാരുടെ വീഡിയോകളൊന്നും കാണാറില്ല. കാരണം ആദ്യം 1-2 കണ്ടപ്പോൾ തന്നെ ഇവർ അങ്ങേയറ്റം വൃത്തികേടാണ് ചെയ്യുന്നത് എന്നും യാതൊരു സത്യസന്ധതയും നെറിയും നേരുമില്ലാതെ വ്യാജ സൃഷ്ടികൾ നടത്തിക്കൊണ്ടാണ് ഈ കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് എന്ന് മനസ്സിലായതോടുകൂടി തന്നെ പിന്നീട് അതൊന്നും കണ്ടിരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ കാലമായിട്ട് ഇവരുടെ ഒരു കോപ്രായവും കാണാനില്ല. പല ആളുകളും ഇവർ നമുക്കൊക്കെ എതിരായി നടത്തുന്ന ഇത്തരം പ്രചാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്കതിൻ്റെ ലിങ്ക് അയച്ചുകൊണ്ട് അത് കാണണം, അതിന് മറുപടി പറയണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്കത് കണ്ടിരിക്കാനുള്ള ക്ഷമ പോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല, കാണാനും പോകാറില്ല, അതിനോടൊന്നും പ്രതികരിക്കാറുമില്ല. കാരണം ഇത്തരം വൃത്തികേടുകളോട് പ്രതികരിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളെക്കുറിച്ചൊക്കെ എന്ത് വ്യാജം ഇവർ പ്രചരിപ്പിച്ചാലും ശരി, നമ്മളിവിടെ 19 കൊല്ലം ഈ പണി ചെയ്തത് ഈ മലപ്പുറത്ത് തുറന്ന പുസ്തകം പോലെ ജീവിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വ്യക്തിപരമായി എന്ത് താറടിച്ചാലും എന്ത് പ്രചരിപ്പിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. എന്നെ അറിയുന്ന ആളുകൾക്കാർക്കും അത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണത്തിൻ്റെയും ഫലമായിട്ട് ഒരു തെറ്റിദ്ധാരണയും സൃഷ്ടിക്കപ്പെടാൻ കഴിയില്ല. എന്നെ നേരിട്ട് പരിചയമുള്ള ഒരാൾക്കും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം വഴി എന്നെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും കാര്യമായി എടുക്കുന്നില്ല, അവഗണിക്കുകയാണ് ചെയ്യാറുള്ളത്. ഞാൻ ആദ്യകാലത്ത് 1-2 കണ്ടിരുന്നു. ആ കണ്ടപ്പോൾ തന്നെ എങ്ങനെയാണ് ഇവർ വ്യാജം സൃഷ്ടിക്കുന്നത് എന്ന് കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രയും സത്യസന്ധതയില്ലാത്ത വൃത്തികേടുകൾ നെറികേടുകൾ ചെയ്യാൻ കഴിയുന്നത്? അതിൻ്റെ കാരണം പിന്നെ ഈ മതത്തിൽ തന്നെ കണ്ടെത്തിയതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഈ മതം കള്ളത്തരം ചെയ്യാനും ചതി പ്രയോഗിക്കാനും ഇതുപോലുള്ള വ്യാജ സൃഷ്ടികൾ നടത്താനും നെറികേടുകൾ നടത്താനും മാത്രമാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ മതം ഉണ്ടാക്കിയിട്ടുള്ളതും വളർത്തിയിട്ടുള്ളതും നിലനിർത്തിയിട്ടുള്ളതും. അതുകൊണ്ട് ആ മതത്തെ സംരക്ഷിക്കാൻ ഇത്തരം വൃത്തികെട്ട മാർഗങ്ങൾ അവലംബിക്കുന്നു എന്നതിൽ യാതൊരു അത്ഭുതവുമില്ല, വളരെ സ്വാഭാവികമാണ്. ഇവർ നടത്തിയിട്ടുള്ള വ്യാജ നിർമ്മിതിയുടെ ഒരു ചെറിയ സാമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. ഒരുപാട് ഉദാഹരണങ്ങൾ പറയേണ്ട കാര്യമല്ല, മുഴുവൻ അത്തരത്തിലുള്ളതാണ്. എങ്കിലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുറേ മുമ്പാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സാമ്പിൾ ഞാൻ പറയാം, എങ്ങനെയാണ് ഇവർ വ്യാജം നിർമ്മിക്കുന്നത് എന്ന്. 2 വർഷം മുമ്പ് കോഴിക്കോട് നടന്ന ലിറ്റ്മസ് എന്നുള്ള പരിപാടി, ഇപ്പോൾ എറണാകുളത്ത് ഇപ്പോൾ നടന്ന ലിറ്റ്മസ് അല്ല, അതിനു മുമ്പ് നടന്ന കോഴിക്കോട്ട് നടന്ന ലിറ്റ്മസിൻ്റെ പരിപാടിക്ക് അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി അതിൻ്റെ സംഘാടകർ ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു. ആ വീഡിയോയിൽ കോഴിക്കോട് കടപ്പുറത്തും തെരുവിലുമൊക്കെ മൈക്കുമായി നടന്ന് ആളുകളോട് അഭിപ്രായങ്ങൾ ചോദിക്കുകയും അത് എഡിറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിക്കുകയുമാണ് അവർ ചെയ്തത്. അതിനകത്ത് കോഴിക്കോട് കടപ്പുറത്തൊക്കെ നിൽക്കുന്ന തട്ടമിട്ട ചില മുസ്ലിം പെൺകുട്ടികൾ മതത്തിനെതിരായിട്ട് സംസാരിക്കുന്നതായിട്ടൊക്കെ ആ വീഡിയോയിൽ കാണാം. അപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ടുകൊണ്ട് മതത്തിനെതിരായി സംസാരിക്കുന്നത് ആ വീഡിയോയിൽ അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് ലിറ്റ്മസിൻ്റെ പ്രചാരണത്തിന് വേണ്ടി കോഴിക്കോട്ട് കഴിഞ്ഞ വർഷം നടത്തിയ ഒരു പരിപാടിയാണ്. ഇനി എങ്ങനെയാണ് ഇവർ ഇതിൽ നിന്ന് വ്യാജമുണ്ടാക്കിയത് എന്ന് പറയാം. വീഡിയോയിൽ ആ തട്ടമിട്ട പെൺകുട്ടി സംസാരിക്കുന്ന ഭാഗം ഒരു ചെറിയ ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച്, എന്നിട്ട് ഒരു 5-6 വർഷം മുമ്പ് നസീർ നാസ് എന്ന് പറയുന്ന സ്വതന്ത്ര ചിന്തകൻ ആശയ സംവാദം എന്ന പേരിൽ ഒരു ചാനൽ നടത്തിയിരുന്നു. അതിനകത്ത് കുറച്ച് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു.
നസീർ നാസ് വീഡിയോകൾ ഉണ്ടാക്കിയിരുന്നത് ഒരു സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി പ്രൊഫഷണൽ ആങ്കർമാരായ പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടികൾ ആ സ്ക്രിപ്റ്റ് വായിച്ച് അത് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ഉണ്ടാക്കിയിരുന്നത്. ആ കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ സ്വകാര്യമായി ചർച്ച ചെയ്യാൻ വേണ്ടി വാട്സപ്പിൽ അവർക്ക് ഒരു സ്വകാര്യ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ സ്വകാര്യ ഗ്രൂപ്പിൽ ഈ വീഡിയോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നസീർ നാസും നസീർ നാസിൻ്റെ സുഹൃത്തുക്കളും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ക്ലിപ്പുകൾ അന്ന് ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾ പിന്നീടെന്തോ വ്യക്തിപരമായ കാരണങ്ങളാൽ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന നസീർ നാസിനോടും മറ്റും പിണങ്ങി പുറത്തു പോവുകയും അയാൾ ഈ തെമ്മാടി ചെക്കന്മാരുടെ കൂട്ടത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന വോയിസ് ക്ലിപ്പുകളും മറ്റും ഇയാൾ അവർക്ക് കൊണ്ടു കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് ഇവരെങ്ങനെയാണ് വ്യാജം നിർമ്മിച്ചത് എന്നാണ് ഞാൻ പറയുന്നത്. ആ സംസാരത്തിനിടയിൽ അന്ന് ഈ പെൺകുട്ടികൾ ആങ്കർമാരായി വിളിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് നസീർ നാസ് കൂട്ടുകാരോട് സംസാരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിൽ അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരാൾക്ക് 3000 രൂപ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു പെൺകുട്ടി തട്ടമിട്ടുകൊണ്ട് ആങ്കറിങ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. തട്ടമിട്ടുകൊണ്ടാണ് അവൾ ചെയ്യുക, അവളൊരു മുസ്ലിം കുട്ടി ആയതുകൊണ്ട് തട്ടമിട്ടുകൊണ്ടാണ് അവൾ ചെയ്യുക, അത് കുഴപ്പമില്ല, അങ്ങനെ ചെയ്തോട്ടെ, അവൾക്കും 3000 രൂപ കൊടുക്കണം എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പിലെ 2 പീസുകളും കൂടെ മുറിച്ചെടുത്തു. നോക്കണം നിങ്ങൾ, 5-6 വർഷം മുമ്പ് ആങ്കർമാർക്ക് പൈസ കൊടുക്കുന്ന കാര്യം പറയുന്നിടത്താണ് അതിൽപ്പെട്ട ഒരു ആങ്കർ കുട്ടി തട്ടമിട്ടുകൊണ്ട് ഇത് ആങ്കറിങ് നടത്തും എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് അവൾ തട്ടമിട്ടുകൊണ്ട് പറയും എന്നും പറയുന്ന ഭാഗവും പിന്നെ അവൾക്ക് 3000 രൂപ പ്രതിഫലം കൊടുക്കണം എന്ന് പറയുന്ന ഭാഗവും, ഈ 2 ഭാഗവും മുറിച്ചു കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ കൊല്ലം ലിറ്റ്മസുകാരുണ്ടാക്കിയ ഈ വീഡിയോയിൽ തട്ടമിട്ട് മതത്തിനെ കുറ്റം പറയുന്ന പെൺകുട്ടിയുടെ ചിത്രം കൂടെ കൂട്ടി ഒട്ടിച്ചിട്ട് പൈസ കൊടുത്തിട്ട് അമുസ്ലിം പെൺകുട്ടിയെ തട്ടമിടിയിച്ച് വ്യാജം നിർമ്മിച്ചതാണ് ഇവർ യുക്തിവാദികൾ എന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് ഈ തെമ്മാടികൾ ഇവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ നസീർ നാസ് ഈ ലിറ്റ്മസ് നടക്കുന്ന സമയത്ത് നാട്ടിലില്ല, അയാൾ ഗൾഫിലെവിടെയോ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അയാൾ സോഷ്യൽ മീഡിയയിലൊന്നും ആ കാലത്ത് അതുകൊണ്ട് തന്നെ ഇടപെടാറേ ഇല്ല. ആ കാലത്താണ് നസീർ നാസിനെ കുറിച്ച് ഈ കള്ളത്തരം ചെയ്യുന്നത്. നസീർ നാസ് ആണെങ്കിൽ ഈ ലിറ്റ്മസുമായിട്ട് ഒരു കാലത്തും ബന്ധപ്പെട്ടിരുന്ന ആളല്ല, ലിറ്റ്മസിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുമേ അല്ല. ആ നസീർ നാസ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന വീഡിയോ ചാനലുകളിലേക്ക് ആങ്കർമാരെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടും ആ ആങ്കർമാരിൽ ഒരാൾ തട്ടമിടുന്ന കുട്ടിയാണ് എന്നതും അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പണ്ടെങ്ങാണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൽ വോയിസ് മെസ്സേജുകളിലൂടെ ചർച്ച നടത്തിയതിൽ നിന്ന് ഈ വോയിസുകൾ പെറുക്കിക്കൊണ്ടെന്ന് ഈ കഷ്ണങ്ങൾ ഒട്ടിച്ച് ഈ വ്യാജ പ്രചരണം നടത്തി. ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇതുപോലെയാണ് ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇതുപോലത്തെ വ്യാജ നിർമ്മിതികളാണ്. നമ്മളെക്കുറിച്ചൊക്കെ ഇവർ വൃത്തികേടുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള വ്യാജ നിർമ്മാണങ്ങളാണ് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്. ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ നമ്മളെയൊക്കെ വീഡിയോ മുറിച്ചു കൊണ്ടുപോയി ഇതുപോലെയുള്ള നെറികേടുകളും തട്ടിപ്പുകളും നടത്തുന്ന ആളുകളാണ് ഇപ്പോൾ ലിയാഖത്ത് അലി തട്ടിപ്പ് കാണിച്ചു എന്നും ലിയാഖത്ത് അലി അവരുടെ കണ്ടന്റ് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഈ തറവേല ഒപ്പിച്ചത്. കണ്ടന്റ് എടുത്ത് മറുപടി പറയേണ്ടി വരുന്നത് ഇവർ നേരിട്ട് സംവാദത്തിന് തയ്യാറില്ലാത്തതുകൊണ്ടാണ്. മതവിമർശകർക്ക് എതിരായിട്ട് ഇവർ ഉന്നയിക്കുന്ന വാദങ്ങൾ എടുത്തുകൊണ്ടാണ്. അപ്പോൾ അത് നേരിട്ട് കേൾപ്പിച്ചുകൊണ്ട് പീസാക്കി അത് കേൾപ്പിച്ചുകൊണ്ടാണ് ലിയാഖത്ത് അലി മറുപടി പറയുന്നത്. അത് സംവാദമാണ്, ആരോഗ്യകരമായ ഒരു സംവാദം എന്ന നിലക്കാണ് അങ്ങനെ ചെയ്യുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേൾപ്പിച്ചുകൊണ്ട് അതിനുള്ള മറുവാദങ്ങൾ കൂടെ പറയുമ്പോഴാണ് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ആശയ സംവാദം നടത്തുക. അതാണ് ഒരു ജനാധിപത്യത്തിലെ നേരും നെറിയുമുള്ള സംവാദ രീതി എന്ന് പറയുന്നത്. അതുപോലെ അവർക്കും നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് അതിന് മാന്യമായ രീതിയിൽ ആശയപരമായി മറുപടി പറയാം. പക്ഷേ അങ്ങനെ ആശയപരമായി മാന്യമായ രീതിയിൽ മറുപടി പറയുന്ന ഒരു ഏർപ്പാടും ഇവർക്കില്ല. മറിച്ച് വ്യക്തികളെ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാം, താറടിക്കാം, അതിനുവേണ്ടി എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്യാം, അതുമാത്രം ചെയ്യുന്ന ഈ തെമ്മാടിക്കൂട്ടമാണ് ഇപ്പോൾ ഈ പണി ചെയ്തത്. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്ന സാധനം. ഇസ്ലാമിലെ ഏറ്റവും തീവ്രവാദ വിഭാഗമാണ് ഇത് ചെയ്യുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ തീവ്രവാദം എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ ജിഹാദ് എന്ന് പറയുന്നത്. അവർക്ക് ജനാധിപത്യമില്ല, മര്യാദയില്ല, നേരും നെറിയുമില്ല, മനുഷ്യത്വമില്ല. ഇതുപോലെയുള്ള തനി തെമ്മാടിത്തങ്ങളും തനി നെറികേടുകളും ചതിയും അക്രമവും അല്ലാതെ മറ്റൊരു മാർഗവും അവലംബിക്കാനില്ല. എന്നിട്ട് ഇവരുടെ മുതിർന്ന ആളുകൾ ആശയപരമായിട്ട് നമുക്കൊക്കെ എതിരായിട്ട്
പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ അതേ രീതിയിൽ മാന്യമായ രീതിയിൽ സഭ്യമായ രീതിയിൽ മറുപടി പറഞ്ഞാൽ അതിന് മറുപടിയില്ല. അതിന് മറുപടി പറയുന്നതിന് പകരം ഈ തെമ്മാടി ചെക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇതേ രീതിയിൽ മതം വിമർശിക്കുന്ന ആളുകളെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവർ അവലംബിക്കുന്ന രീതി. ഇസ്ലാമിന് ഇന്ന് അതേ സാധ്യമാകുള്ളൂ. കാരണം അതുമല്ല മുഹമ്മദ് നടപ്പിലാക്കിയത്. മുഹമ്മദ് മക്കയിലാണ് ഈ നെറികേട്, ഈ മലാഭിഷേകം പോലുള്ള നെറികേടുകൾ നടത്തിയത്. മദീനയിലെത്തിയപ്പോൾ മുഹമ്മദ് വാളെടുക്കുകയാണ് ചെയ്തത്. മുഹമ്മദിൻ്റെ ആശയങ്ങളെ ആശയപരമായി വിമർശിക്കുന്നതായി കേട്ടറിഞ്ഞാൽ ആ വിമർശിക്കുന്ന വ്യക്തിയെ ചതിയിൽ കൊലപ്പെടുത്താൻ വേണ്ടി കൊട്ടേഷൻ നൽകുകയായിരുന്നു മുഹമ്മദിന് മദീനയിൽ പണി. അങ്ങനെ 40ഓളം കൊലപാതകങ്ങൾ മുഹമ്മദ് നടത്തിയിട്ടുണ്ട്. ചരിത്രം നിങ്ങൾക്കെടുത്താൽ കാണാം. മുഹമ്മദിനെ ആശയപരമായി നേരിട്ടു എതിർത്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് ചതിയിൽ ഒറ്റയ്ക്ക് പോയി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ നിരവധിയാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. അങ്ങനെയാണ് ഈ ഭീകരമതം മുഹമ്മദ് മദീനയിൽ വേരുപിടിപ്പിച്ചത്. ആ മതം ഇന്ന് തലയറുത്തുകൊണ്ട് നിലനിർത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള വ്യക്തി അധിക്ഷേപങ്ങളിലൂടെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഇത് മക്കയിൽ അവലംബിച്ച രീതിയാണ്. മദീനയിൽ അവലംബിച്ച രീതി കേരളത്തിലും ഇന്ത്യയിലും ഈ കാലത്ത് നടപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ട് മക്ക രീതി അവലംബിച്ചുകൊണ്ട് മതത്തെ പ്രതിരോധിക്കുകയാണ് വിസ്ഡം മുജാഹിദുകൾ എന്ന ഈ നെറികെട്ട വർഗം. മക്കയിൽ മുഹമ്മദ് ഉന്നയിച്ച ഒരു വാദം തന്നെയാണ് നാദാപുരം ഡയലോഗിൽ ഇവരുടെ ഒരു പണ്ഡിതൻ ഉന്നയിച്ചത്. അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ഈച്ചരയാട്ടാൻ പോലും കഴിയില്ല എന്ന വാദമാണ് അയാളോട് ഉന്നയിച്ചത്. അതിനാണ് ഞാൻ അന്ന് മക്കക്കാർ നൽകിയ അതേ മറുപടി നൽകിയത്. അള്ളാഹുവിനും ഈച്ചനയാട്ടാൻ കഴിയില്ല എന്ന് ഞാൻ തെളിയിക്കാം, പരീക്ഷണത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു എൻ്റെ മറുപടിയിൽ. ലാത്തയ്ക്കും മുസ്സയ്ക്കും ശബരിമല അയ്യപ്പനും ഗുരുവായൂരപ്പനും ഇല്ലാത്ത ഒരു ഈച്ചനാട്ടാനുള്ള പ്രത്യേക കഴിവ് അള്ളാഹുവിനുണ്ടെങ്കിൽ ആ കഴിവ് നമുക്ക് തെളിയിക്കാം, പരീക്ഷണത്തിലൂടെ തെളിയിക്കാം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനൊന്നും ആശയപരമായി മറുപടിയില്ല, നാവുകൊണ്ട് മറുപടിയില്ല. പകരം ഈ അഭിനവ ബിലാലുമാരെ വെച്ചുകൊണ്ട് ചെയ്യുകയാണ് വിസ്ഡം മുജാഹിദിൻ്റെ തലപ്പത്തുള്ള പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ ചെയ്തത്. ഇങ്ങനെ ഒരു ചാനൽ കൂട്ടിച്ചതുകൊണ്ട് കേരളത്തിൽ ഇസ്ലാം രക്ഷപ്പെടുമെന്നാണോ ഇവർ വ്യാമോഹിക്കുന്നത്? നിങ്ങൾ ഒരു ചാനൽ കൂട്ടിച്ചാൽ സമാനമായ അനേകം ചാനലുകളുമായി രംഗത്ത് വരാൻ ഇവിടെ ചെറുപ്പക്കാർ ധാരാളം ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് പുതിയ ചാനലുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ചാനലുകളുമായി രംഗത്ത് വന്നവരെയും ഇതേ രീതിയിലാണ് നേരിടുന്നത്. രണ്ടുപേരെ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ പരിചയപ്പെടുത്തിയിരുന്നു. മോയിസ് വൈറ്റില. മോയിസ് 20 വർഷക്കാലം ഈ MM അക്ബറിൻ്റെയും മുജാഹിദ് ബാലുശ്ശേരിയുടെയും ഈ മുജാഹിദ് നേതാക്കളുടെയും കൂടെ ദഅ്വ പ്രവർത്തനത്തിന് നടന്നിരുന്ന ആളാണ്. നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന MM അക്ബറിൻ്റെ കച്ചവട സ്ഥാപനത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു, ഒരു കോർ ഗ്രൂപ്പിലുള്ള വ്യക്തിയായിരുന്നു ഈ മോയിസ്. പക്ഷേ മോയിസിന് കഴിഞ്ഞ 8-10 വർഷമായി ഈ മുജാഹിദ് നേതാക്കന്മാരിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളും അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള യാതനകളും കാരണം അത് സഹിക്കവയ്യാതെ എന്താണിതിന് കാരണം, ഇവരൊക്കെ മതവിശ്വാസികളായിട്ട് ഇത്രയും തീവ്രമായി മതം പഠിച്ചവരായിട്ടും ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും മനുഷ്യത്വരഹിതമായി പെരുമാറുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി താൻ നേരത്തെ പഠിച്ച ഖുർആനും ഹദീസും ചരിത്രവും ഒക്കെ രണ്ടാമത് മറ്റൊരാംഗിളിലൂടെ നോക്കി വായിക്കുകയും ചെയ്തപ്പോഴാണ് മോയിസിന് കാര്യങ്ങൾ പിടികിട്ടിയത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ മോയിസിന് ബോധ്യപ്പെട്ടു. ഈ നെറികേടുകളുടെ എല്ലാം അടിസ്ഥാന കാരണം ഇവർ പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മതത്തിൽ തന്നെ ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് മോയിസ് സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങിയത്. മോയിസിൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇത്രയും ഭീകരമായ ക്രൂരമായ പീഡനങ്ങൾ ഒരു മത സംഘടനയുടെയും മതപ്രസ്ഥാനത്തിൻ്റെയും രംഗത്ത് നിന്ന് അതിൻ്റെ തലപ്പത്തുള്ള വ്യക്തികളിൽ നിന്ന് നേരിടേണ്ടി വന്നു എന്നുള്ളത് അവിശ്വസനീയമായി തോന്നും. അത്തരത്തിലുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മോയിസ് മാറി ചിന്തിക്കുകയും ഇപ്പോൾ തൻ്റെ അനുഭവങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പഠിച്ച ഈ ചരിത്രവും ഇസ്ലാമിലെ കാര്യങ്ങളും മറ്റൊരു രീതിയിൽ വിമർശനം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും വിമർശിക്കുന്നത് പോലെയല്ല, അദ്ദേഹം വളരെ സൗമ്യമായി പ്രവാചകനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, ഖുർആനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, ഇസ്ലാമിനെ തന്നെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ കുറേശ്ശെയായിട്ട് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ചാനലിൽ നമ്മൾ കാണുന്നത്. ആ മോയിസിന് ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു അനുഭവം പറയാം. എറണാകുളത്ത് വെച്ച് ഞാനും ലിയാഖത്ത് അലിയും മോയിസിനെ കണ്ടിരുന്നു ലുലു മാളിൽ വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ പോസ്റ്റ് കണ്ടിട്ട് അന്ന് മോയിസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മോയിസിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഈ മുജാഹിദിൻ്റെ തലപ്പത്തുള്ള ഇപ്പം ഈ പേരെടുത്ത് പറഞ്ഞ കേമന്മാരുൾപ്പെടെ
ഒരുപാട് ആളുകൾ ഈ മുയിസിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, മുയിസുമായിട്ടുള്ള എല്ലാ സൗഹൃദങ്ങളും ഞങ്ങൾ മുറിച്ചു കളഞ്ഞു എന്ന് ഓരോരുത്തരായിട്ട് മുയിസിനെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, മുയിസിൻ്റെ സുഹൃത്തുക്കൾ, ഈ മേഖലയിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയിരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മുയിസ് അതിൻ്റെ അഡ്മിനായിരുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അഡ്മിനായ മുയിസിനെ ഈ പോസ്റ്റ് വന്നതിൻ്റെ പിറ്റേ ദിവസം പുറത്താക്കി. അതായത് മനുഷ്യൻ എന്ന നിലയ്ക്ക് സുഹൃത്ത് ബന്ധങ്ങൾ മുഴുവൻ മുറിച്ചെറിഞ്ഞു. മുയിസ് ആരെയും തെറി പറഞ്ഞിട്ടില്ല, രൂക്ഷമായ ഒരു വിമർശനവും നടത്തിയിട്ടില്ല. തനിക്ക് മനസ്സിലായ ആശയങ്ങൾ വളരെ സൗമ്യമായും മാന്യമായും പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കൂട്ടത്തിൽ എൻ്റെയും ലിയാക്കത്തിൻ്റെയും കൂടെ ഒരു ഫോട്ടോ കണ്ടു എന്നതിൻ്റെ പേരിലാണ് മുയിസുമായിട്ടുള്ള എല്ലാ സൗഹൃദങ്ങളും ഈ പറയുന്ന മുജാഹിദിൽപ്പെട്ട എല്ലാവരും മുറിച്ചെറിഞ്ഞത്. അതൊരു ഒന്നിച്ച് കൂട്ടായി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൗഹൃദം മുറിച്ചെറിഞ്ഞത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരായിട്ട് മുയിസിനെ വിളിച്ചിട്ട് സൗഹൃദം അവസാനിപ്പിച്ചു എന്നും ഒപ്പം ഒരുപാട് ഭീഷണിയും തെറിയും ഒക്കെ വിളിച്ചു പറയുകയും ചെയ്തത്. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്ന സാധനം. മുയിസിൻ്റെ കയ്യിൽ ഈ മുജാഹിദ് നേതാക്കന്മാരുടെ മുഴുവൻ തനിനിറം പുറത്തു ഉതകുന്ന ഒരുപാട് വിവരങ്ങളുണ്ട്, ഒരുപാട് ഡോക്യുമെൻറ്റുകളുണ്ട്, തെളിവുകളുണ്ട്. മുയിസിൻ്റെ കയ്യിൽ മാത്രമല്ല, മുയിസ് അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കുറേ പേർക്ക് കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം മുയിസിനെ അവർ ഇല്ലാതാക്കാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് മുയിസ് ഭയപ്പെടുന്നത്. ഇല്ലാതാക്കുകയാണെങ്കിലും മുയിസിൻ്റെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളും പുറത്തു വരാവുന്ന രീതിയിൽ അത് മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ മുയിസ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി മറ്റൊരു ആളെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത് റഹ്ഷാൻ. ഉസ്താദാവാൻ പോയി മതം പഠിച്ച് അവസാനം വിശ്വാസം നഷ്ടപ്പെട്ട് ഇപ്പോൾ മതവിമർശനം ചെറിയ തോതിൽ ആരംഭിച്ചിട്ടുള്ള റഹ്ഷാൻ്റെ കാര്യത്തിൽ ഇത് തന്നെ സംഭവിച്ചു. റഹ്ഷാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തത് ഞാൻ കണ്ടു. റഹ്ഷാൻ്റെ പഴയ സുഹൃത്തുക്കളായിട്ടുള്ള പല ആളുകളും റഹ്ഷാനെ വിളിച്ചിട്ട് ഇതുപോലെ ചീത്ത പറയുകയും റഹ്ഷാനുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ അവസാനിപ്പിച്ചതായിട്ട് പറയുകയും ചെയ്യുന്നു എന്നാണ് റഹ്ഷാൻ അതിൽ പറയുന്നത്. അപ്പോൾ ഒരു മതവിശ്വാസം ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായ എല്ലാ ബന്ധങ്ങളും മുറിച്ചെറിയുക എന്നത് മുഹമ്മദ് പരിശീലിപ്പിച്ച മതമാണ്. സൗഹൃദ ബന്ധങ്ങൾ മാത്രമല്ല, രക്തബന്ധങ്ങൾ, ഉമ്മയും വാപ്പയുമായിട്ടുള്ള, സഹോദരങ്ങളുമായിട്ടുള്ള, അച്ഛനും മക്കളും തമ്മിലുള്ള രക്തബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചെറിയണം എന്നാണ് ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആ നെറികേടിൻ്റെ പേരാണ് ഇസ്ലാം എന്നത്. ആ ഇസ്ലാമാണ് ഇത്തരത്തിലുള്ള നെറികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ മറ്റു ആശയപരമായ സൗഹാർദ്ദപരമായ സംവാദങ്ങൾ എന്ന ജനാധിപത്യത്തിൻ്റെ സംസ്കാരമൊന്നും ഇസ്ലാമിന് സ്വീകാര്യമല്ല. ഇസ്ലാമിൽ അതൊന്നും കേട്ടുകേൾവി പോലുമില്ല. ഏകാധിപത്യത്തിലൂടെ, ഇത്തരത്തിലുള്ള തെമ്മാടിത്തങ്ങളിലൂടെ അധികാരം പിടിച്ചെടുത്ത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്ന ഫാസിസത്തിൻ്റെ രീതിശാസ്ത്രം മാത്രമേ ഇസ്ലാമിന് പരിചയമുള്ളൂ. അത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മക്കയിൽ അവലംബിച്ച മാർഗങ്ങൾ, മലാഭിഷേകം പോലുള്ള മാർഗങ്ങൾ പറ്റുന്നിടത്ത് അത്, അല്ലാത്തിടത്ത് കായികമായി നശിപ്പിക്കാൻ പറ്റുന്നിടത്ത് അത്. ഈ രണ്ട് രീതികളിലൂടെയാണ് ഇസ്ലാം എല്ലാ കാലത്തും അതിൻ്റെ പ്രതിരോധം നടത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഇസ്ലാമിനെ ഇനിയുള്ള കാലം ലോകത്ത് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർ ആലോചിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഞങ്ങളാരും ഇതിൻ്റെ ഒന്നും പേരിൽ ഇതൊന്നും നിർത്താൻ പോകുന്നില്ല. ഒരു ചാനൽ പൂട്ടിയാൽ വേറെ ചാനലുകൾ വരും, അതല്ലെങ്കിൽ മറ്റു മാർഗങ്ങളുണ്ടാവും. ഇതിനെതിരായിട്ട്, ഇത്തരം നെറികേടുകൾക്കെതിരായിട്ട് തീർച്ചയായിട്ടും ആശയപരമായ പോരാട്ടം ഞങ്ങളൊക്കെ തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ ഞങ്ങളൊക്കെ നിർത്തിക്കഴിഞ്ഞാലും, ഞങ്ങളെയൊക്കെ നാവരിഞ്ഞു കഴിഞ്ഞാലും, ഞങ്ങളുടെയൊക്കെ വായ അടപ്പിച്ചു കഴിഞ്ഞാലും പുതിയ തലമുറയിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള നെറികേടിലൂടെയൊന്നും ഇവർക്കിനി ഈ അന്ധവിശ്വാസത്തിൻ്റെ ഇരുട്ടുകോട്ടയെ നിലനിർത്താൻ കഴിയില്ല. ലിയാഖത്ത് അലിയുടെ ചാനൽ പൂട്ടിക്കഴിഞ്ഞാൽ അതിന് അദ്ദേഹം ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ആ ബദൽ സംവിധാനങ്ങളുമായി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം മുയിസിൻ്റെയും റഹ്ഷാൻ്റെയും ഒക്കെ ചാനലുകൾക്കും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടും പിന്തുണ നൽകണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും തൽക്കാലം നിർത്തുന്നു.